ഹലോ എവരിവൺ, നമുക്ക് സിമ്പിളായിട്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം. ആദ്യം കടുക് പൊട്ടി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് വഴറ്റിയ ശേഷം കശുവണ്ടി പരിപ്പും പിന്നെ ഒരു ഇച്ചിരി സവാളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം. വഴറ്റി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം. ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ, അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് റവ കുറച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റവ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റവ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കണം. ഈ വെജിറ്റബിൾസും റവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുക്കണം. വറുത്ത ശേഷം നല്ല തിളച്ച വെള്ളം, ഞാൻ കെറ്റിലിൽ നിന്ന് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പാകത്തിനനുസരിച്ച് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, മിക്സ്. അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് പശുമ്പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ അളവിൽ മതി. അപ്പം നല്ലൊരു മയമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പശുമ്പാൽ ചേർത്ത് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ടേസ്റ്റി ഫ്ലഫി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇത്തിരി കഴിഞ്ഞ പരുവത്തിൽ മക്കൾക്ക് കുടിക്കാനും പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റിലൊക്കെ ഇടുന്ന സ്റ്റൈലൊരു ഉപ്മാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.